ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മല്ലിയും മുളകും തേങ്ങയും ഒക്കെ ഇട്ട് വറുത്ത് വെച്ച ഒരു കടലക്കറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് തേങ്ങയും ചുവന്നുള്ളി, മല്ലി, കറിവേപ്പില, മുഴുവൻ മല്ലിയും ഉണക്കമുളകും ചേർത്ത് ഇത്രയും ജീരകം, പെരിഞ്ജീരകം എല്ലാം ചേർത്ത് വറുത്തെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്താണ് ഞാൻ വറുത്തെടുക്കുന്നത്. നല്ല രുചിയുള്ള കറിയാണിത്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ തിന്നാൻ പറ്റും. നേരിയ തീയിലാണ് ഞാൻ വറുക്കുന്നത്. കൊപ്ര ഉണ്ടായിരുന്നു, അതാണ് അരിഞ്ഞ് പൊടിയായിട്ട് എടുക്കുന്നത്. വറുത്ത് കഴിഞ്ഞു. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കും, കളറ് വരാൻ വേണ്ടി. ഇച്ചിരി ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി മണത്തിന് വേണ്ടി. ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഇന്ന് ഞാൻ ഒരു 8 വിസിൽ വരുന്നവരെയും വേവിച്ചെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ചത്. കറിയിൽ ഇനി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകുമാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ പൊടികൾ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഉള്ളി വറുക്കുമ്പോൾ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല വറുക്കുമ്പോൾ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എണ്ണ ഇട്ടാൽ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കും. 2 കടുക് ഇട്ട് കൊടുക്കാം ആദ്യം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള കറിയാണത്. കമൻറ്റും തരണം, എന്നാലേ നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹം കിട്ടുള്ളൂ. ഒരു ലൈക്കും തരണേ. നിങ്ങളുടെ ഫ്രണ്ട്സുകളുള്ളവരാരെങ്കിലും ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കടുക് പൊട്ടുന്നുണ്ട്. കടുക് നല്ല പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം മാത്രമേ ഉള്ളി ഇടാൻ പാടുള്ളൂ. ഞാൻ ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടി എല്ലാം ഞാൻ പതുക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇതാർക്ക് വേണമെങ്കിലും ഇത് കണ്ട് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയുള്ള കറി കിട്ടും. ഞാൻ ഒരു തക്കാളി എടുത്ത് വെക്കാൻ മറന്നുപോയി. അതും എടുത്ത് അരിഞ്ഞ് ചേർക്കാം.
ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയോ കറിയിലിട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇത് മൊരിഞ്ഞു വരുന്ന സമയം വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയും മുളകും എല്ലാം നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇത് നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഞാൻ മല്ലിയും വറുത്തതും എല്ലാം നല്ല അരച്ച് കൊണ്ടുവന്നു. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് അരക്കുകയാണ് ചെയ്തത്. നല്ല മയത്തിൽ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലേ വേവുള്ളൂ. വെയിലടിക്കുന്നതുണ്ട്. കാലത്തെ സമയത്ത് ഈ സമയത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെയാണ് വെയിലടിക്കുന്നത്. കിഴക്ക് ഭാഗത്തായതുകൊണ്ടാണ്. ഇന്ന് നല്ല ക്ലൈമറ്റാണ്. ഇന്ന് കുറേ തുണി കഴുകാനൊക്കെ ഉണ്ട്. എല്ലാം കഴുകണം. ശനിയാഴ്ച ഞങ്ങൾക്ക് തൃശ്ശൂരിലൊരു കല്യാണം ഉണ്ട്. അതിന് പോകാനുണ്ട്. ചെറുക്കൻ വീട്ടുകാരുടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് തൃശ്ശൂരിലാണ് പോകുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാർ തന്നെ കൊണ്ടുപോവുകയാണ്. ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ശനിയാഴ്ച പോയാൽ ഞായറാഴ്ച രാത്രി തിരിച്ചു വരും. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണങ്ങളിലും ഇങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോണതിനെ ജെന്ന് പോകണമെന്നേ പറയുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ പോണത്. ബസ്സിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എറണാകുളത്തോട്ടുള്ള റോഡൊക്കെ കുണ്ടും കുഴിയും പൊട്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് വയസ്സ് ചെന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്. കറി തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ച കടല ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം. അപ്പം ഞാൻ ഇതിന് മുമ്പ് കടലയിലൊന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഉപ്പൊന്നും കഴിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറവാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. എരിവും കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുത്തത്. ഇത് 2 ദിവസം നല്ല സുഖമായിട്ട് കേടാവാതെ ഇരിക്കും. ചപ്പാത്തിയുടെ കൂടെയും. അല്ലെങ്കിൽ ഇത്രയൊന്നും ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം ആവശ്യമില്ല. കറി നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കടല ഇട്ട് കൊടുക്കാം. എനിക്ക് 4000 വാച്ച് അവർ ആയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ഇനി എങ്ങനെയാണ് ചെയ്യണത്, ആർട്സിനൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എൻ്റെ മരുമകളോ അല്ലെങ്കിൽ ആരെങ്കിലും കൊച്ചുകുട്ടികൾ വരുമ്പോൾ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത്. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവ് അധികം കഴിക്കുന്നവർക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് ഇടണം. ഞാൻ ഒരു 4 ഉണക്കമുളക് മാത്രമേ ഇട്ടുള്ളൂ. 5-6 കുരുമുളക് അനിയൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അത് 2-3 ദിവസം കൊണ്ട് ഉണക്കി ഈ പരുവായി. അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ഇനി 2 ഉണക്കും കൂടി കഴിഞ്ഞ ശേഷം കുപ്പിയിലിട്ട് വെക്കാം. ഏകദേശം ഒരു 300 ഗ്രാം ഇത് കാണും. ഇച്ചിരി കൂടെ ഉണങ്ങി വരുമ്പോൾ അത് കുറയും. തിളക്കാറായിട്ടുണ്ട്. ഇനി ഈ കടല ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ കടലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി
കഴിച്ചു നോക്കണം. എല്ലാത്തിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാം. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക, വെള്ളം വറ്റുന്നത് വരെ. കറി നല്ല പാകത്തിനായിട്ടുണ്ട്. എണ്ണയും നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ കൊപ്ര ആയതുകൊണ്ട് ആ എണ്ണയും പിന്നെ വറുക്കാൻ നേരത്ത് ഞാൻ കുറച്ച് എണ്ണ ഇട്ടിരുന്നു. എല്ലാം കൂടി ചേർത്ത് ആ ഉള്ളി മൂപ്പിച്ച എണ്ണയും എല്ലാം മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പുട്ടിന് വേണ്ടി ചൂടുവെള്ളം ഇട്ട് മാവ് വെച്ചിരിക്കുകയാണ്. ഇനി അത് വിരവി എടുക്കണം. കറി ഇനി വേറൊരു അടുപ്പിലോട്ട് ഇച്ചിരി നേരവും കൂടി വെച്ചിട്ട് അടുപ്പ് അണച്ചേക്കാം. കറി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കടലയും എല്ലാം ആയിട്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ കറി കിടന്ന് വെന്ത പച്ചമുളക്. അത് ഞാൻ ഒന്ന് ചെറിയതായിട്ട് പൊട്ടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഹസ്ബൻഡിന് അല്ലെങ്കിൽ എരിവാണെന്ന് പറയും. കറിക്കിപ്പോൾ കറക്റ്റ് എരിവാന്നുള്ളത്. കുറച്ച് കൂടിപ്പോയാൽ വലിയ പാടായിപ്പോൾ എരിവ്. കറി ഇനി എടുത്ത് മാറ്റി വെക്കാം. അതിന് ശേഷം അടച്ച് വെക്കും. ഇനി പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി പുട്ടുകുടം എടുത്തടുപ്പത്ത് തീ കൂട്ടി വെക്കും. മാവ് നല്ലപോലെ നൈസായിട്ട് വിരവിയെടുത്ത് പുട്ടുകുറ്റിയിൽ നിറച്ച് പുട്ടുണ്ടാക്കും. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണോ ദോശയാണോ എന്താണെങ്കിലും ഈ കടലക്കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ആവി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടിന് കുറ്റിയിൽ മാവ് നിറച്ച് ഇടുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് തേങ്ങ കൂട്ടിക്കൂടാത്തതുകൊണ്ട് തേങ്ങ ഇടാത്ത പുട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് വെക്കും. ഇതിൽ കുറച്ച് റാഗി പൊടിയും കൂടി ചേർത്താണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. റാഗി ആണെങ്കിൽ 1-2 സ്പൂണിൽ കൂടുതൽ ഇട്ടുവിടാമെന്നാണ് പറയുന്നത്. അധികം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കലോറി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് റാഗിപ്പൊടിയേ ഇടുന്നുള്ളൂ. അതും തേങ്ങയും ഇച്ചിരി ഉപ്പും. നേരത്തെ ഉപ്പിടാതെയാണ് ഞാൻ ഉണ്ടാക്കിയത് പുട്ട്. ഈ പുട്ട് ഇപ്പോൾ ഇരിക്കണ കുറ്റി ഉപ്പില്ലാതെയാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. ഒരു തേങ്ങ 1-2 തേങ്ങ എടുത്ത് വൈകുന്നേരം സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ തിരിവ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് തേങ്ങ എടുക്കാവുന്ന. ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് തേങ്ങ നമ്മൾ കുറച്ച് പുറത്തെടുത്ത് ഇതുപോലെ ഫ്രീസറിന് താഴെയുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിയാവാതെ കിട്ടും. അപ്പം ഞാനിത് റാഗി പുട്ടിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടിരിക്കുകയാണ്. കുറച്ച് മേളിൽ വിതറാനും വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം പെട്ടെന്ന് ജോലി തീർക്കാൻ ചെയ്ത് വെച്ചാൽ മതി. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടലക്കറി എല്ലാവരും ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്ത് 2-3 ദിവസം വെച്ച് കഴിക്കാൻ വെച്ചും തോറും നല്ല ടേസ്റ്റായി വരുന്ന കറിയാണിത്. മുഴുവൻ മല്ലിയും ഉണക്കമുളകും വറുത്തിട്ടതുകൊണ്ട് നല്ല കേടാവാതെ ഇരുന്നോളും. ഈ മസാല വെച്ച് തന്നെ ബീഫ്, ചിക്കൻ, ഒന്നുമില്ലെങ്കിൽ മുരിങ്ങക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി അങ്ങനെയൊക്കെ ഇട്ടുള്ള സാധനങ്ങളൊക്കെ കറി വെക്കാൻ നല്ലതാണ്. ചേന ഒക്കെ ഇട്ട് വറുത്തരപ്പ് വെക്കാനും തീയൽ വെക്കാനും എല്ലാം ഈ മസാല നല്ല. ഗരം മസാലപ്പൊടി ഇടാതെ ഇരുന്നാൽ മതി മലക്കറി വെക്കുമ്പോൾ.
ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.